ഹലോ, വൈകുന്നേരമായി കഴിഞ്ഞാൽ ചേച്ചീൻ്റെ അനിയൻ്റെയും വക എന്തെങ്കിലും ഒരു കലാപരിപാടി ഉള്ളതാണ്. ഇന്നത്തെ പരിപാടി ഇതാണ്. ദിച്ചു ഡാൻസ് കളിക്കുന്നു, ചേച്ചി കൊട്ടിക്കൊണ്ട് ടീച്ചറായിട്ട് ഇരിക്കുന്നു. കുറേ നേരത്തേക്കൊന്നും ഈ ഒത്തൊരുമ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. കുറച്ച് നേരം അത് കഴിഞ്ഞാൽ പിന്നെ അടിയും പിടിയൊക്കെ ആയിരിക്കേ. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പഴം തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അതെടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനത്തെ പഴംപൊരിയാണ് ഇഷ്ടം. പഴം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ എണ്ണ ചൂടായി വന്നപ്പോൾ വേഗം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. സാധാരണ ഇങ്ങനെ മുറിച്ചുണ്ടാക്കുന്നതിന് നമ്മൾ ഒറിജിനൽ പഴംപൊരീൻ്റെ ആ ഒരു ലുക്കൊന്നും കിട്ടാറില്ല കേട്ടോ. പക്ഷേ എന്നാലും ടേസ്റ്റാണ്. എങ്ങനെയാണോ ഇഷ്ടം അതുപോലെയാണ് കേട്ടോ പോയി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദിച്ചു വന്നിട്ട് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തുതരാം അമ്മേൻ്റെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടായത് കേട്ടോ. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഓർമ്മ വന്നത് അടുപ്പത്ത് പഴംപൊരി ഉണ്ട്. സിമ്മിലാണ് വെച്ച് പോയിട്ടുള്ളതെങ്കിലും ചെറുതായിട്ട് 4 കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞത് കണ്ടപ്പോൾ ആകെ കൂടെ മൈൻഡൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും ബാക്കിയുള്ള പഴം കൂടെ വേഗം പൊരിച്ചെടുത്തു കേട്ടോ. പല പല ആകൃതിയിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് പിന്നെ ഇന്ന് നല്ല ഷേപ്പിൽ തന്നെ വേണം അങ്ങനെയുള്ള വാശികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ പഴംപൊരി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ അറ്റംപ്റ്റ് നൈസായിട്ട് പാളിയിട്ടുണ്ടെങ്കിലും അടുത്തത് സൂപ്പറാക്കാം, തളരരുത് രാമൻകുട്ടി എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.